ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ്, ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരീഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ്, എനിക്കത് ഭയങ്കര അതിശയമാണ്. ഐ വാസ് ഷോക്ക്ഡ്. മുക്കി, അല്ല അന്തസ്സായിട്ട് മുക്കി. പക്ഷെ അതെന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഫെയർ. വെരി വെരി അൺഫെയർ ഫോർ മീ. ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ച 6 വൈൽഡ് കാർഡ് എൻട്രികളോട് കൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ, അല്ലെ? വൈൽഡ് കാർഡ് വഴി വന്ന എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. അതിൽ കയറി വന്ന 2 അഭിഷേകുമാരാണെങ്കിലും നന്ദനയാണെങ്കിലും പൂജയാണെങ്കിലും DJ സിബിനാണെങ്കിലും കിടിലൻ പെർഫോമൻസ് ആണ്. അവരൊക്കെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ സ്പേസ് എടുത്തു കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ, അല്ലെ? ആകെ ഇപ്പൊ ഒരു തൂക്കം പിടിച്ച കോയിനുമാര് സൈഡിലേക്ക് ഒന്നി കൂടിയിട്ടുള്ളത് സായി കൃഷ്ണ മാത്രമാണ്, അഥവാ സീക്രട്ട് ഏജന്റ് മാത്രമാണ്. അത് പുള്ളിക്കാരന്റെ ഗെയിം പ്ലാൻ ആണെന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. ആയാ മതി. എന്നിരുന്നാലും ഇന്നലെ രാത്രി നമ്മുടെ ആര്യ ബഡായി, അറിയാലോ, പുള്ളിക്കാരൻ ഇന്നലെ ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യ ബഡായെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ നെഗറ്റീവ് കിട്ടിയ ഒരു മത്സരാർത്ഥിയായിരുന്നു, അല്ലെ? ആളുകൾ പുള്ളിക്കാരുടെ പേരിനോടൊപ്പം വേറെ പല പേരുകളും ചേർത്തിട്ടായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. ഏറ്റവും സാധാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോ ഇപ്പം ചെയ്യുകയാണെങ്കിൽ കൂടിയും ഇപ്പോഴും ആളുകൾ അതിനെ കുറിച്ച് പറയാറുണ്ട് എന്നുള്ളതാണ്. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഏറ്റവും വലിയ ഡ്രോപ്പ് ഹോൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും കാരണവശാൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാണെങ്കിൽ കുറെ കാലം അത് തലയിലേറ്റി നടക്കേണ്ടി വരും. അതൊരു തീരാ ശാപമായി തന്നെ മാറുന്നുള്ളതാണ്. എന്തായാലും പുള്ളിക്കാർ ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസ്ഥയെ കുറിച്ച് ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. ഹായ് ഗൈസ്, ചെറിയൊരു സംശയം, എനിക്കുണ്ടായ സംശയമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ആ ഒരു സെയിം തോട്ട് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ചെയ്യണത്. ബിഗ് ബോസ് സീസൺ 6 ഓഫ് കോഴ്സ് അതിനെപ്പറ്റി തന്നെയാണ്. ഞാനും ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഞങ്ങളുടെ സീസണിൽ 24/7 ഒന്നും ഇല്ലായിരുന്നു. എപ്പിസോഡിൽ വരുന്നത് മാത്രം, പിന്നെ അന്ന് ഹോട്ട്സ്റ്റാറിൽ വന്നിരുന്നത് മാത്രം. അപ്പോൾ ഇന്ന് 24/7 ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും ഞാനാണെങ്കിലും 24/7 ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ 24/7 കാണുന്നുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ഒരു മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട് സിബിൻ ഇസ് ഇൻ ദ ഹൗസ് നൗ. അപ്പൊ അവന്റെ ഒരു ടാസ്ക് അവർ ചെയ്തതാണ്. അപ്പൊ അത് അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇന്ററാക്ഷൻ ടാസ്ക്, അതില് ടീം നെസ്റ്റിന്റെ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല. ഞാനത് ആ സമയത്ത് എനിക്ക് വർക്കായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ എനിക്ക് കുറെ മെസ്സേജസ് വരുന്നു. കുറെ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നു, സിബിൻ ബ്രോ പൊളിച്ചു എന്നൊക്കെ കുറെ ഭയങ്കര യൂട്യൂബ് വീഡിയോസ് കുറെ പെട്ടെന്ന് ഇറങ്ങുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്തോ ഒരു നല്ലൊരു കണ്ടന്റ്, എന്തോ ഒരു സംഭവം ആ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ചു. അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കമന്റ്സും ഒക്കെ ഞാൻ വായിച്ചു. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. മനസ്സിലായല്ലോ. പുള്ളിക്കാരുടെ സുഹൃത്തായിട്ടുള്ള DJ സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇത്തവണ വൈൽഡ് കാർഡ് ആയിട്ട് ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇന്നലെ ബിഗ് ബോസിൽ ടാസ്ക് കൊടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നലത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇന്നലത്തെ ട്രോൾ പേജുകളിലൊക്കെ മെയിൻ അതായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറഞ്ഞു വെച്ചത്. നമുക്ക് എന്തായാലും ആദ്യം എന്തായിരുന്നു ഇന്നലെ സിബിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ട് കാണിച്ചു കൂട്ടിയത് എന്നുള്ളതൊന്ന് കണ്ടോക്കാം. എന്താണ് സംഭവം? ഇന്നലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത്. എന്താണ് ആ ടാസ്ക്? ഒരു പ്രസ് കോൺഫറൻസ് ടാസ്ക് ആണ്. അതായത് നിലവിൽ ഇപ്പോൾ പവർ ഹൗസ് അംഗങ്ങളെ പ്രസ് കോൺഫറൻസ് പോലെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് ബിഗ് ബോസ് ഹൗസിലെ ഓരോ ടീമുകൾക്കും വന്നിരുന്ന് കാണിച്ചിട്ട് ഇവർ ചോദ്യം ചെയ്യാം. ഇവരിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചെയ്യാം, സംവാദങ്ങൾ നടത്താം. ഇതാണ് ടാസ്ക്. അതായത് പവർ ടീം അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു അവസരം എന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ സിബിന്റെ ടീമായിട്ടുള്ള നെസ്റ്റ് നല്ല രീതിയിൽ എന്താക്കി ഈ ഒരു സംഭവത്തിൽ ഇന്ററാക്ട് ചെയ്തെന്നുള്ളതാണ്. ഇവർ നല്ല രീതിയിൽ സംവദിച്ച് മെയിനായിട്ട് പവർ റൂമിൽ ജാസ്മിൻ ഗബ്രി അപരാധങ്ങളെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. ജാസ്മിൻ ആദ്യമായിട്ട് പവർ റൂമിൽ കയറ്റാൻ വേണ്ടിയിട്ട് 18 അടവും കാണിച്ചത് ആരാണ്? ഗബ്രിയാണ്. അതിനൊക്കെ പൊളിച്ചടിക്കൊണ്ട് സിബിൻ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിന് ശേഷം ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിന് തിരിച്ച് സിബിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. പവർ റൂമിൽ നിന്ന് ഒരാളെ മാറ്റിയിട്ട് വേറൊരാൾ അതിനകത്ത് കയറ്റാം എന്നുള്ളത്. അപ്പൊ ഇവിടെ കൊടുത്തിരുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 3 പേര് ഫ്രണ്ടിൽ വന്നു നിന്ന് അവരുടെ പോയിന്റുകൾ പറയുക, അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുക. ആ നിലപാട് വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് അതിന്റെ അകത്ത് കയറാം എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ അതിൽ 3 പേരും വന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ സിജോ ഋഷി ആയിരുന്നു. ഋഷി സംസാരിച്ചത് വളരെ മീൻസ് ഒരു പോയിന്റ്ലെസ് ആയിട്ടാണ് ഋഷി സംസാരിച്ചത്. സിജോ സംസാരിച്ചതിനിടയിൽ തന്നെ സിജോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റാണെന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായി. മീൻസ് പവർ റൂമിലുള്ളവരെ പവർ റൂമാർക്ക് തന്നെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സിജോ ഇവിടെ എല്ലാവരും പരത്തിയിരുന്നു. പിന്നെ എന്തോന്നുള്ള ഇതിപ്പോ പറഞ്ഞു തീരോ? ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ട് എസ് എഴുതണ മാതിരി ആയി പോയില്ലത്. പറഞ്ഞു ഇങ്ങനെ നീട്ടന്നല്ലേ റബ്ബർ ബാൻഡ് മാതിരി. കേട്ടുന്ന സിബിന്റെ കിളി പോയി എന്നുള്ളതാണ്. ഇങ്ങനെ 2-2.5 മിനിറ്റോളം ജാസ്മിൻ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്.
ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്താ ചോദ്യം എന്നുള്ളത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ മറന്നു പോകുന്നതാണ്. ആ രീതിയിൽ ഇങ്ങനെ എന്തൊക്കെയോ വലിച്ചു നീട്ടി പറയുന്നുണ്ട്. അവസാനം കുറെ നേരം എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ശരിയല്ലേ എന്നുള്ള തരത്തിൽ ഒരു ചോദ്യം അങ്ങോട്ട് സിബിന് മുന്നിൽ എടുത്തിരുന്നുണ്ട്. ആര്? ജാസ്മിന്. സിബിനാണെങ്കിൽ കിളിപോയ മാറി ഇരിക്കുന്നുണ്ട്, ചോദ്യം മനസ്സിലാവാത്ത രീതിയിൽ. പുള്ളിക്കാരൻ നൈസായിട്ട് ലോക്കാക്കി നോക്കിയതാണ്. പക്ഷേ സിബിൻ ആ സിറ്റുവേഷൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. ആ ഹാൻഡിലിംഗ് ആണ് ഇന്നലെ വൈറലായി മാറിയത്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ശരിയാ, ഞാൻ പറയട്ടെ, കടൽ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ശരിയാണോ എന്ന് തോന്നി ഞാൻ എന്റെ ഉത്തരം തരാം. എന്റെ ഉത്തരം കേൾക്കും. എന്റെ ഉത്തരം ഇതാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ഒറ്റ സെക്കൻഡ്. എനിക്ക് ഇവരെ പോലെ വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. നിങ്ങളുടെ ചോദ്യം തന്നെ വലിച്ചു നീട്ടലായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ ചോദ്യം തന്നെ 1.5 മണിക്കൂർ നീളമുള്ള ചോദ്യം കേട്ടിട്ട് എന്നെ ഒറ്റ വഴിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, അത് എസ് ഓർ നോ ആവണോ, അത് വലിച്ചു നീട്ടണോ, ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ, വലിച്ചു നീട്ടണമോ എന്നുള്ള ഫുൾ റൈറ്റ്സ് എനിക്കാണ്. പറയാൻ സൗകര്യമില്ല. വല്ലാത്തൊരു ഉത്തരമായി പോയത്. പറയാൻ സൗകര്യമില്ലാതൊക്കെ മുഖത്തടിച്ച വാതിലായി പോയി. ജാസ്മിന് 2 തല്ലിയുണ്ടെങ്കിൽ ഇത്ര സങ്കടം വരില്ല. പക്ഷെ ഇങ്ങനെ മറുപടി, വല്ലാത്തൊരു മറുപടി ആയി പോയി. അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പൊ ഈ സംഭവം ഇന്നലെ വൈറലായി മാറിയതും സിബിന് അപ്രിസിയേഷൻ കിട്ടിയതും ഇതിനെ കുറിച്ചാണ് ആര്യപാട ഇപ്പൊ സംസാരിച്ചത്. എനിവേ ബാക്ക് ആര്യയുടെ ലൈവിലേക്ക് നമുക്ക് വരാം. പുള്ളിക്കാരിക്ക് പറയാനുള്ള ബാക്കിയും കൂടി കണ്ടോക്കാം. അപ്പൊ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ലൈവ് മിസ്സായെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ കുറച്ച് മുന്നേ എത്തിയതേ ഉള്ളൂ. ഞാനിരുന്ന എപ്പിസോഡ് കണ്ടപ്പോൾ ആ ഹോൾ പോർഷൻ ഇസ് മിസ്സിങ് ഫ്രം ദ എപ്പിസോഡ്. അതായത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അറിവേ ഉള്ളൂ. ലൈക്ക് അത് കൈൻഡ് ഓഫ് ഗോയിങ് ഒരു വൈറൽ സാധനം പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലായിടത്തും. അപ്പൊ ഇവന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടു. കുറെ എന്തോ അവൻ കാര്യമായിട്ട് എന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ്, ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരീഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ്, താങ്ക്സ് ടു 24/7 മെയിൻ എപ്പിസോഡിൽ ആ കണ്ടന്റ് ഇല്ല. എനിക്കത് ഭയങ്കര അതിശയമാണ്. ഐ വാസ് ഷോക്ക്ഡ്. എന്തുകൊണ്ടത് മെയിൻ എപ്പിസോഡിൽ ഇല്ല? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലൈക്ക് ഞാനിപ്പോ ഇരുന്ന് ആലോചിക്കാം, എന്തുകൊണ്ടത് മെയിൻ എപ്പിസോഡിൽ? ആരിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ മെയിൻ എപ്പിസോഡിൽ ഇല്ലെങ്കിലും BB+ എപ്പിസോഡിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. BB+ ഈ സാധനം ഉണ്ട്, പക്ഷെ അധികം ആരും BB+ എപ്പിസോഡ് ശ്രദ്ധിക്കാറില്ല, അല്ലെ? അതിൽ ആര് വിട്ടുപോയതാകാൻ സംഭവം. എന്തായാലും ഇത് കഴിഞ്ഞ് BB+ ഇങ്ങനെ എപ്പിസോഡ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ആര് തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലാണ് നമ്മുടെ പോയിന്റ് എടുക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഇപ്പൊ എന്റെ ഒരു ഇൻസ്റ്റയിലുള്ള എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ തന്നെ പറഞ്ഞു, ചേച്ചി അത് BB+ ഉണ്ട് എന്ന് പറഞ്ഞു. ശരിയാണ്, ഇത് 24/7 വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ. BB+ ഇസ് ഓൾസോ ഇൻ ഹോട്ട്സ്റ്റാർ. ചാനലിൽ BB+ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് BB+ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും? ഇനി എത്ര പേര് ഹോട്ട്സ്റ്റാറിൽ ഇത് കാണും? എത്രയോ ആൾക്കാർ TV-യിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര പേരുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവർ കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കാം, ഇങ്ങനെ എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം. അപ്പൊ നമുക്കറിയാം 24/7 പോലും എഡിറ്റഡ് വേർഷൻ ആണ്. അതും എഡിറ്റഡ് വേർഷൻ ആണ്. അത് ഇന്നലെ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് അൺകണക്റ്റഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു 24/7 ലൈവിലായിരുന്നു. ഒരു ടാസ്കിന്റെ ഒരു മേജർ പോർഷൻ, ബെസ്റ്റ് പോർഷൻ ഓഫ് ദ ടാസ്ക് ഇൻ ഫാക്ട് വാസ് മിസ്സിംഗ് ഫ്രം ദ മെയിൻ എപ്പിസോഡ്. മുക്കി, അല്ല അന്തസ്സായിട്ട് മുക്കി. പക്ഷെ അതെന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഫെയർ. വെരി വെരി അൺഫെയർ ഫോർ മീ. യെസ്, ഇറ്റ് ഈസ് വെരി അൺഫെയർ മീ ഓൾസോ. പുള്ളിക്കാരോട് ചൂണ്ടിക്കാണിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, അല്ലെ? എപ്പിസോഡിൽ വരാനിരുന്ന ഒരു മെയിൻ സംഭവം നേരെ BB+ലേക്ക് തട്ടി എന്നുള്ളതാണ്. മുമ്പ് എനിക്കും ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആയിരുന്നു, എപ്പിസോഡ് മാത്രം കാണും, BB+ കാണില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ എപ്പിസോഡ് റിവ്യൂ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത ദിവസം എന്താക്കാണ്, എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ്, എടാ നീ ജാസ്മിനും റോക്കിയും തമ്മിൽ അടി എന്താ ചെയ്യാൻ? അതിനായിരുന്നു ഞങ്ങൾ കാത്തിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പിസോഡിലാവുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അവളുടെ മറുപടി, എടാ എപ്പിസോഡിലെല്ലാം മണ്ട, അത് BB+ ഉണ്ടായിരുന്നു, നല്ല കണ്ടന്റ് ഇല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ BB+ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ കണ്ടന്റ് അവിടെ കാണുന്നത്. അന്ന് എപ്പിസോഡിലാണെങ്കിൽ ഒരു തേങ്ങാക്കോരില്ലായിരുന്നു. ഈ സാധനം കൊണ്ട് BB+ കൊണ്ടിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഒരിക്കലും ഇതേമാതിരി ഞാൻ ഏതോ എപ്പിസോഡ് കണ്ടിട്ട് ഒന്നും കണ്ടന്റ് ഇല്ലാണ്ടായ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച്, അവിടെ ഒരു കണ്ടന്റ് ഇല്ലല്ലോ, എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ. അന്നേരം പറഞ്ഞു, അവിടെ BB+ൽ എന്തോ ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സംഭവം എന്തുകൊണ്ട് ഇനി അതൊന്ന് കണ്ടുനോക്കുന്ന രീതിയിൽ. ഇത്തരം സംഭവങ്ങളൊക്കെ ഇവർ എവിടേക്കാണ് കൊണ്ടുവരുന്നത്? BB+ കൊണ്ടുവരുന്നത്. എപ്പിസോഡിൽ ഒരു തേങ്ങ ഉണ്ടാവില്ല. ഇനി ബിഗ് ബോസ് ഓഡിയൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പിസോഡ് കാണുന്നവരിൽ വെറും 25% ആളുകൾ മാത്രമേ BB+ കാണാറുള്ളൂ. ബാക്കി 25% ആളുകളും എപ്പിസോഡ് കണ്ടു പോകാനാണ് പതിവ്. അവർക്കെല്ലാം ഈ സിബിന്റെ മെയിൻ സാധനം മിസ്സിംഗ് ആണ്, അല്ലെ? അതിനുള്ള പ്രധാന കാരണം ഒന്നെന്ന് പറയുന്നത്
എപ്പിസോഡ് അപ്പോഴാണ് വരുന്നത് 9 മണിക്കാണ്. പലരും അപ്പം തന്നെ ഇരുന്ന് കാണും. 9:45 എപ്പിസോഡ് തീരും. പിന്നെ BB+ എപ്പിസോഡ് വരുന്നപ്പോഴാണ് 11 മണിക്കാണ്. പലർക്കും അപ്പോൾ ഓർമ്മ തന്നെ കാണില്ല. ചിലർക്ക് എപ്പിസോഡ് കഴിഞ്ഞാൽ മൂടിനെ അങ്ങ് പോകും. ഇനി രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാണെങ്കിൽ ഈ BB+ എപ്പിസോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിന് ഏതോ മൂല കൊണ്ടേ നോക്കണം. എപ്പിസോഡും കഴിഞ്ഞ് എക്സ്ട്രാസ് എടുത്ത് എവിടെക്കോ പോയി നോക്കണം. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകണം. പലർക്കും ഹോട്ട്സ്റ്റാർ അത് എവിടെ എന്നുള്ളത് അറിയും കൂടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ BB+ പലരിലേക്കും എത്തില്ല എന്നുള്ളതാണ്. അത്തരം ഒരു എപ്പിസോഡിലാണ് ഈ ഒരു മെയിൻ സാധനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ എന്തോ ബിഗ് ബോസ് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തിന് ഇന്നലെ നടന്ന മെയിൻ സംഭവം എന്താണ്? നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി പുറത്തെ കാര്യങ്ങൾ ജാസ്മിന് ചോർത്തി കൊടുക്കുന്നതാണ് അല്ലേ? അതുവരെ BB+ലാണ് കൊണ്ടുപോയിട്ടുള്ളത്. മെയിൻ എപ്പിസോഡിലില്ല. എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ അല്ലേ? എനിക്കെന്തോ ആര്യയുടെ ലൈവ് കണ്ട സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്ന് കറക്റ്റ് ആയി പറയണമെന്ന് തോന്നി. അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.